ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓഗസ്റ്റ് 1 10th പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെയും ഫോർത്ത് സ്റ്റേജിൻ്റെയും എക്സാം ഡേ ആണ്. ഇന്ന് എനിക്ക് എക്സാം ഒന്നുമില്ല, പക്ഷേങ്കിൽ എക്സാം ഒക്കെ ഉള്ളവരെ പോലെ തന്നെ എനിക്കും ഇന്ന് എന്താണ് ക്വസ്റ്റ്യനൊക്കെ വരിക, എക്സാം എങ്ങനെയായിരിക്കും, എളുപ്പമായിരിക്കുമോ അതോ ടഫായിരിക്കും, അതൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് വീട്ടിൽ കൂടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി വന്നിട്ട് ഈവനിങ് ആണ് എനിക്കൊന്ന് മര്യാദയ്ക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു എക്സാമൊക്കെ എങ്ങനെയുണ്ടെന്ന്. മോർണിംഗ് വിളിച്ചവർ പറഞ്ഞത് അവർക്ക് നല്ല ഈസിയാണ്, മാത്സൊക്കെ ഫുള്ള് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചവരെയും അവർക്കും ഓക്കെയാണ്. ഫസ്റ്റ് സ്റ്റേജിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓക്കെയാണ്, ഈ ഒരു എക്സാം ഈസിയാണ്. പക്ഷേങ്കിൽ അവർ തേർഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് സ്റ്റേജ് കുറച്ചും കൂടെ ഈസിയാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ അഭിപ്രായമൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ എനിക്ക് തേർഡ് സ്റ്റേജിൽ 76 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയ നെഗറ്റീവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. 3 നെഗറ്റീവാണ് ആകെപ്പാടെ വന്നത്. അതായത് അറിയാത്തതൊന്നും ഞാൻ പിന്നെ അത്യാവശ്യം അറിയുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ നെഗറ്റീവ് ചെയ്യാൻ പോയില്ല ഗൈസ്. പിന്നെ ഫോർത്ത് സ്റ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് എനിക്ക് 67 മാർക്കേ ഉള്ളൂ. അതിൽ അത്യാവശ്യം നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഞാൻ കറണ്ട് അഫെയർ ഇപ്പം നോക്കുന്നത് വളരെ കുറവാണ്. എനിക്കറിയാം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എനിക്ക് കറണ്ട് അഫെയർ നോക്കാൻ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു തേർഡും ഫോർത്തും നോക്കുകയാണെങ്കിൽ എനിക്ക് തേർഡ് സ്റ്റേജാണ് സിമ്പിളായിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു 10th പ്രിലിംസിൻ്റെ അതായത് ക്യാൻസലായ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു തേർഡ് സ്റ്റേജിൻ്റെയാണ്. ഇപ്പോൾ എൻ്റെ മാർക്ക് ഞാൻ ഓൾറെഡി ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഒക്കെ എനിക്ക് എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്കറിയാം എനിക്ക് ഇത്ര മാർക്ക്. തേർഡ് സ്റ്റേജിന് ഞാനിപ്പം പറഞ്ഞ മാർക്ക് പോലും വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് ചെയ്തിട്ട് പോലും അതിലൊന്നും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഞാൻ എക്സാം ഹാളിൽ നിന്നാണ് ഈ ഒരു തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും എഴുതിയിട്ടുണ്ടാവുക എങ്കിൽ ഇതിലും കുറവ് തന്നെ ഉണ്ടാവുക. എന്തായാലും കൂടാൻ ചാൻസ് ഇല്ല, എന്തായാലും കുറയാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇനി എക്സാമുള്ള എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. പിന്നെ മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കണ്ട, നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാം. പിന്നെ ഇനി വരുന്ന എക്സാം എങ്ങനെയായിരിക്കും ഗൈസ് ഒരു പിടിയും ഇല്ല. കാരണം ടൈറ്റ് ആയിരിക്കുമോ അതോ ഈ ഒരു ലെവലിലായിരിക്കുമോ? ഈ ഒരു ലെവലിലാണെങ്കിലും ഓക്കെ ആണല്ലേ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പം ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.